പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഒരു സീസണൽ തൊഴിൽ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുത്താം. കടക്കനാട് ആവുണ്ട പുത്തൻ വീട്ടിൽ രവി. 10-18 വർഷമായി ഓണക്കാലമെത്തിയാൽ രവിച്ചേട്ടൻ തിരക്കിലാണ്. എറണാകുളം സിറ്റിയിലും തൃപ്പൂണിത്തുറയിലും മറ്റും ഓണത്തപ്പനെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന പ്രമുഖരിൽ ഒരാൾ ഇദ്ദേഹമാണ്. പലരും ഇന്ന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മെഷീനിൽ ഓണത്തപ്പനെ ഉണ്ടാക്കുമ്പോൾ രവിച്ചേട്ടൻ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത്. പാരമ്പര്യ തൊഴിലായ മൺപാത്ര നിർമ്മാണവും ചൂളയും ധാരാളം തൊഴിലാളികളുമൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം പാരമ്പര്യ തൊഴിൽ ലാഭകരമല്ലാത്തതിനാൽ 20 വർഷം മുമ്പ് തന്നെ ആ പണി നിർത്തി. പിന്നീട് നാട്ടിലെ പലവിധ പണിക്കുമിറങ്ങി. ഇപ്പോൾ ഓണക്കാലമായാൽ ഓണത്തപ്പനെ ഉണ്ടാക്കി നൽകലാണ് ആകെ ചെയ്യുന്ന പാരമ്പര്യ തൊഴിൽ. എൻ്റെ പേര് രവി. പുത്തൻ വീട്ടിൽ എന്ന് പറയും. കുന്നയ്ക്കാൽ ആവുണ്ട ഭാഗമാണ് താമസം. ഇത് ഒരു 18 വർഷമായിട്ട് ഞാൻ ഈ ഓണത്തപ്പൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അതിവിടെ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ കൊണ്ടുപോയി വിൽക്കുന്നുമുണ്ട്. സമീപത്തെ ആവുണ്ട പാടത്തു നിന്നുമാണ് ആവശ്യമായ കളിമണ്ണ് ശേഖരിക്കുന്നത്. മണ്ണ് ചവിട്ടിക്കുഴച്ച് പദം വരുത്തും. പിന്നീട് ഉരുട്ടിയെടുക്കുന്ന മണ്ണ് പലകയ്ക്ക് തല്ലി ഷെയ്പ്പാക്കും. പലകയ്ക്ക് തല്ലി ഷെയ്പ്പാക്കിയതിന് ശേഷം പിന്നീട് വെയിലത്തുണങ്ങലാണ് അടുത്ത പണി. പിന്നീട് പെയിൻ്റ് അടിച്ച് ഭംഗി വരുത്തും. ഇതിനായി ടെറാക്കോട്ട പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പ്യുവർ കളിമണ്ണാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓടൊക്കെ ഉണ്ടാക്കുന്ന കളിമണ്ണ് അരച്ച മണ്ണ് ഞങ്ങൾ വാങ്ങിക്കാറുമുണ്ട്. ഇത് പിന്നെ ഇവിടെ തന്നെ പാടത്തുനിന്ന് നമ്മളെടുത്ത് കുഴിച്ചെടുക്കുന്നതാണ്. എടുത്ത് നമ്മൾ ചവിട്ടിയത് പദമാക്കിയെടുത്ത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അരച്ച മണ്ണ് കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അത് നേരം കോസ്റ്റ്ലിയാണ്, അത് നമുക്ക് മുതലാവില്ല. ഓണത്തപ്പനെ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ മറ്റ് ചില രൂപങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അമ്മിക്കല്ല്, ഉരൽ, ചിരവ തുടങ്ങിയവ. മുഖ്യമായും ഹോൾസെയിൽ കച്ചവടമാണ് ചെയ്യുന്നതെങ്കിലും ആവശ്യക്കാർക്ക് റീറ്റെയിലായും ഇവിടെ ഓണത്തപ്പനെ നൽകുന്നുണ്ട്. സീസണിൽ ഓണത്തപ്പനെ മാത്രം ഉണ്ടാക്കി നൽകുന്നത് ലാഭകരമൊന്നുമല്ല. എങ്കിലും ഓണമെന്ന മലയാളികളുടെ മഹാ ആഘോഷത്തിനൊപ്പം ചേരുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഈ സീസണിൽ ഈ ഓണം പ്രമാണിച്ചൊരു കുറച്ച് ദിവസം പണിയല്ലേ ഉള്ളൂ. ഇതെല്ലാം വേറെ ഒരു വരുമാന മാർഗ്ഗമല്ല. ഇതിപ്പോൾ ഒരു രസം, ആ രീതിയിലും പോകണം. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 10 ദിവസം ഈ ഓണത്തിൻ്റെ ഇതിലേക്ക് വേണ്ടി മാത്രം. ഓണത്തപ്പനെ ആവശ്യമുള്ളവർക്ക് ഇതിലുള്ള നമ്പറിൽ രവിച്ചേട്ടനെ വിളിക്കാം. നല്ലൊരു സീസൺ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.